നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന ചെറുതായിട്ട് ഒരു പനി, അതെല്ലാവർക്കും ഉണ്ടാവും. മിക്കവാറും ദിവസങ്ങൾ വരും. അത് ഇന്ന് നമ്മൾ ഒരു ജലദോഷമോ ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ശരീരത്തിലെ വേദന പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ആശുപത്രിക്കാണ് പോകുന്നത്. പണ്ടുള്ള കാലത്ത് ആശുപത്രിയൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള ഒറ്റമൂലിയിലൊക്കെയാണ് അന്നുള്ള കാലത്തുള്ളത്. ഒറ്റമൂലി മരുന്നുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇത് ഇങ്ങനെ ഒരു ജലദോഷമോ പനി ഒരു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇത് കണക്ക് നാട്ടിൽ ഉള്ള ഒറ്റമൂലി മരുന്നുകൾ, ഇത് കണക്ക് പച്ചിലയിൽ നമ്മളെ അസുഖം, നമുക്കുണ്ടാകുന്ന അസുഖം നമ്മളെ പ്രകൃതി നമ്മൾ അടുത്ത് തന്നെ കാണും, നമ്മൾ കണ്ണ് മുമ്പേ തന്നെ കാണും. എന്തായാലും നമ്മൾ കണ്ണിക്കെത്ത ദൂരത്തിൽ നമുക്കൊരു ഓരോ പച്ചിലകൾ കിട്ടും. പച്ചില മരുന്നുകളാണ് ഏറ്റവും കൂടുതൽ ഔഷധമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്കുണ്ടാകുന്ന നോയനുസരിച്ച്, അസുഖം അനുസരിച്ച്, നമുക്ക് എന്തൊക്കെ അസുഖം ഉണ്ടാകണം അതിനെല്ലാത്തിനും മരുതി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിലുണ്ട് പച്ചിലയിൽ. ഇതാണ് നമ്മളെ ചികിത്സയുടെ ഒരു ഭാഗം. ഇത് അന്നത്തെ ആൾക്കാർക്ക്. അതെല്ലാം ഇന്നും മറന്നുപോയി ആളുകൾ. ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി എന്നല്ല, അറിയാതായിപ്പോയി. അന്ന് മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും ഉള്ള അച്ഛനപ്പന്മാർക്ക് ഈ വൈദ്യമുറ അറിയാം. അവർ മാക്സിമം എല്ലാവർക്കും അത്യാവശ്യം ഒറ്റമൂലിയിലൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കും. കാര്യം അവർക്ക് വേറെ ആശുപത്രി, അന്നത്തെ കാലത്ത് ആശുപത്രി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു പനി വന്നാലും ഒരു എന്തെങ്കിലും ഒരു രോഗം വന്നാലും നമ്മൾ അതിനനുസരിച്ചുള്ള മരുന്നുകൾ നമ്മൾ കഴിച്ചില്ലേ, പച്ചില മരുന്ന് ഇതുകളൊക്കെ കഴിച്ചാണ് അന്ന് ഉള്ള ആൾക്കാർ അതിനെ കാലറ്റ് മാറ്റിയത്. അത് കഴിക്കുമ്പോൾ കാലറ്റ് മാറുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ അതിൻ്റെ കാലഘട്ടങ്ങൾ മാറിയതിന് ശേഷം, ഇപ്പോൾ അലോപ്പതി വന്നതിന് ശേഷം ഇന്നുള്ളവർക്ക് നമുക്കൊരു രോഗം വന്നാൽ അതിനെന്താണ് പ്രതിനിധി എന്താണ്, അത് നമുക്ക് എങ്ങനെയാണത് പ്രതിരോധിക്കേണ്ട ഒരു സംവിധാനം ഇല്ലാതായി. ഇന്ന് മറ്റുള്ളവരെ ആശ്രയിക്കുക. ഇന്നെല്ലാം ആശുപത്രി ആശ്രയിച്ചാൽ ഈ കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിന് എന്ത് രോഗങ്ങൾ വന്നാലും നമ്മൾ ഉടനെ ആശുപത്രി അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലാതായി. കാര്യം നല്ല വഴിയിലൊന്നും നമുക്ക് കിട്ടത്തില്ല. അഥവാ നല്ല അറിവുള്ളവർ വളരെ കുറവാണ്. അറിവുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു നാട്ടുപുറത്ത് തന്നെ ചില ആൾക്കാർ അസൂയ കൊണ്ട് വേറെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഒരു പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് അറിയാനുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചോദിച്ചാൽ അവർ പറയും നമ്മുടെ അടുത്ത് അസൂയ ഉള്ളത് കൊണ്ട് അവർ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെയുണ്ട് നാട്ടുകാർ. അത് അന്നുകൊണ്ട് ഇന്നുമുണ്ട്. അങ്ങനെ മാക്സിമം അന്നത്തെ കാലത്ത് നമ്മളെ കുടുംബങ്ങളിൽ മാത്രമാണ്, നമ്മളെ കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാവും നമുക്ക് അതിനുള്ള പോംവഴി. ഒരു അസുഖം വന്നാൽ അവർക്ക് തന്നെ, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് തന്നെ അറിയാം. അവരൊരു കഷായം വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ആവി പിടിപ്പിക്കുകയോ അങ്ങനെയുള്ള മിക്കവാറുള്ള സംവിധാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് അതിനെ സുഖപ്പെടുത്താനുള്ള ഔഷധങ്ങളൊക്കെ വീട്ടിൽ തന്നെ അറിയാനുള്ളവരുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആൾക്കാരില്ല. ഇതാണ് ഇപ്പോൾ സംഭവിച്ചത്. അഥവാ അറിയാമെങ്കിൽ ആരും ചെയ്യാറില്ല. ചെയ്യാൻ അവർക്ക് ഇന്ന് ആരും ജോലി എല്ലാവർക്കും അറിയാം. എന്ത് വന്നെങ്കിലും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഗതികൾ വന്നിരിക്കും. ഇതാണ് ഇന്നത്തെ ഒരു രീതി.
അതുകൊണ്ട് നമ്മൾ അന്ന് നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് നമ്മൾ ജീവിച്ചോ അതനുസരിച്ച് ഗുണമുണ്ടായിരുന്നു. അന്ന് നമ്മളൊരു കറി വയ്ക്കുകയാണെങ്കിൽ അമ്മിയിൽ അരച്ചാണ് കരിയൊക്കെ വയ്ക്കുന്നത്. അന്ന് അമ്മമാർക്കൊന്നും, എൻ്റെ അമ്മമാർക്കൊന്നും ഒരു മടിയില്ല എന്ത് ജോലി ചെയ്യുക. അവർ വിലയിൽ ചെന്ന് ഒരു പൊழுതും ജോലി ചെയ്തതിന് ശേഷം പിന്നെ വന്നിട്ട് വൈകുന്നേരമാണ് നമുക്ക് കഞ്ഞിയും കരിയൊക്കെ വയ്ക്കുന്നത്. അതും ഈ അമ്മിയിൽ അരച്ച് പിന്നെ ഉരലിൽ കുത്തി, നമ്മൾ ഇരിക്കുന്നതെല്ലാം ഉരലിൽ കുത്തി പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുത്തുകയോ പിന്നെ ഈ അമ്മിയിൽ അരയ്ക്കണം, ഇങ്ങനെ ഇരിക്കുക പൊടിക്കുക, ഇങ്ങനെ തന്നെയാണ് സ്വന്തമായിട്ട് ഉള്ള ജോലി. എല്ലാ ജോലിയും നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നത്. ഇതിനൊന്നും അവർക്കൊരു മടിയുമില്ല. അവർ നിമിഷങ്ങൾ കൊണ്ട് ചെയ്തിട്ട് പോകും. ഏറ്റവും കൂടുതൽ അവർ കൃഷിപ്പണിയാണ് ചെയ്യുന്നത്. അന്ന് അമ്മമാരെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് സ്കൂളിലേക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മളെ പറഞ്ഞു വിട്ടിട്ട് അവർ പോകുന്നത് വേറെ ജോലിക്കാണ്. വൈകുന്നേരം നമ്മൾ വരുമ്പോൾ ആ ജോലി കഴിഞ്ഞ് വരേ ഉള്ളൂ. ഞാനൊക്കെ അന്ന് കുറുകുളത്ത് പോകുന്ന സമയത്ത് ഈ രാവിലെ ഒരു 8 മണി വരെ ഇവിടെ വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്. അന്നും ഇവർ ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ഒതുക്കി പിന്നെ വെളിയിൽ പോകും, കൃഷിപ്പാടത്തിൽ പോകും. അവിടെ ചെന്ന് ജോലി ചെയ്യും. കൃഷിയിൽ ഉള്ള ജോലിയിലൊക്കെ അത്രയും ചെയ്യും. എന്നിട്ട് വൈകുന്നേരം നമ്മൾ ഗുരുകുലം വിട്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരും. അവരെ കൃഷി പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ടായിരിക്കും പിന്നെ ഈ അരി കൊത്താനും ഈ പിന്നെ അരയ്ക്കാനും ഈ എല്ലാ ജോലിയിലും അവർ സ്വന്തമായിട്ട് ചെയ്യും. അന്നുള്ളവർ അത്ര ഒരു അധ്വാനിയായിരുന്നു. ഒരു ജോലിയും ഞാൻ ചെയ്യുന്നത് വലുതാണെന്ന് ആ മറ്റുള്ളവരടുത്ത് പറയുകയില്ല. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയായിരുന്നു. അവർ ചെയ്യുന്ന ജോലിയിലൊന്നും ഉള്ളവർ 10 പേര് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ ഇന്നത്തെ ആൾക്കാരാണ്. ഇന്ന് ഒരു ജോലി അവർ ആരും ചെയ്യുന്നില്ല. ഇതാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഒന്നും അറിഞ്ഞുകൂടാതാവുന്നത്. സത്യസന്ധമായിട്ട് ഉള്ള മരുന്നുകളൊന്നും നമുക്കറിയാൻ പറ്റാതെ. എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ നോക്കി മനുഷ്യനൊക്കെയാണ് ഇതെല്ലാം പിന്നെ മടി ഉള്ളത് കൊണ്ടാണ് ഈ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്. പിന്നെ അറിവില്ലായ്മ കുറേ പേർക്ക് അറിഞ്ഞുകൂടാത്തവർ കുറേ പേരുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് ആശ്രയിക്കാൻ പോകും. ഇത് ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ദിവസം വേറെ വീഡിയോയിൽ ഇടും. ഈ ദിവസം വേറെ വീഡിയോയിൽ വേറെ ഒറ്റമൂലി മരുന്നുകൾ വരും. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരോ അസുഖങ്ങൾക്കും ഞാൻ പറയുന്ന മരുന്നുകൾ വളരെ ഗുണപ്രദമായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ പറയുന്ന മരുന്ന് നിങ്ങൾ നേരിട്ട് എടുത്ത് ചെയ്താലേ കൊള്ളാവുള്ളൂ. വേറെ പൊടി കിട്ടുക, ചൂർണം കിട്ടുക, അടുത്താൽ കൊണ്ട് തരും എന്ന് ആരെങ്കിലും കൊണ്ട് തരും ഇത്തിരി എളുപ്പത്തിൽ നമ്മൾ വിചാരിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പൊടി പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കാണ്. ഒരു മരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കരുത്. കടയിൽ നിന്ന് മരുന്നായിട്ട് വാങ്ങിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. കാര്യം ആയുർവേദ മരുന്ന് നമ്മൾ പൊടി കടയിൽ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പൊടിച്ച് വെച്ചിരിക്കും. ഇപ്പോൾ എല്ലാം പൊടിച്ച് കൊണ്ടുവരികയാണ്. ഈ പൊടിച്ച് കൊണ്ടുവരുന്നതിൽ എന്താണ് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പൈസ കൊടുത്ത് കുറേ പിന്നെ ഈ എന്തെങ്കിലും മരുന്നുകൾ പറിച്ചുകൊണ്ടുവരാം. ഇവർ പോയിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒരു പരിവരിക്കും. അതിലെ പുളുകാണ്, പിന്നെ കുരുട് പിടിച്ചതായിരിക്കും. അത് തന്നെ ഒരുമാതിരി ഈ പച്ചിലയ്ക്ക് തന്നെ ക്യാൻസർ പിടിച്ച പച്ചിലയുണ്ട്, ഒരുമാതിരി ഇതായിപ്പോയി പച്ചിലയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി? ഇങ്ങനെയുള്ള പച്ചിലയിലെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും അതിനരച്ച് നമ്മൾ തിന്നുന്ന സമയത്ത് ഇത് നമ്മളെ ബാധിക്കും. അതിലിരിക്കുന്ന അണുക്കളുണ്ടല്ലോ, അത് അതിനെ തന്നെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇതും കൂടെ നമ്മളെ ബാധിക്കും. ഇതുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ നേരിട്ട് ചെന്ന് ഇതുപോലെ പച്ചിലയിലുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പച്ചിലയെല്ലാം നേരിട്ട് ചെന്ന് എടുക്കാം. നിങ്ങൾക്കൊക്കെ എടുക്കാനുള്ള എളുപ്പമല്ലേ. നമ്മൾ പറഞ്ഞു തരുന്നത് വളരെ ലളിതമായ മരുന്നുകളെ പറഞ്ഞു തരണമല്ലോ. ഇപ്പോൾ ഒറ്റമൂലി മരുന്നിനെ പറയുന്നത് അത്രയും നിങ്ങൾക്ക് എളുപ്പം കിട്ടുന്ന ഒരു മരുന്നുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്.
അത് നിങ്ങൾ എടുത്ത് ചെയ്താൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താലേ അതുകൊണ്ട് ഗുണമുള്ളൂ. അല്ലാതെ ഒരാൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കാര്യം അതിൽ ഈ പറഞ്ഞ കണക്കിന് പുലു അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണും. ഈ പച്ചിലയിൽ ആ പച്ചില കണക്ക് തന്നെ മറ്റുള്ള പച്ചിലയിരിക്കും. ഒരേ പച്ചില പോലെ 2-3 ഇനങ്ങളായിരിക്കും. ഇതിന് പകരം അതിനെയും എടുക്കും അവർ. കാര്യം അവർക്ക് ഒരു കിലോ വെയിറ്റാണ് അവർക്ക് വേണ്ടത്. അതിനനുസരിച്ചിരിക്കും പൈസ കിട്ടുന്നത്. ഈ എടുത്തു കൊടുക്കുന്നവർക്ക്, ഈ ജോലി ചെയ്യുന്നവർ, ഈ പച്ചിലയൊക്കെ പറിച്ചുകൊണ്ട് കൊടുക്കുന്നവർ, അവർ പ്രത്യേക ആൾക്കാരുണ്ട്. അവരുടെ ജോലി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു പച്ചില പറഞ്ഞാൽ അവർ എടുത്തുകൊണ്ട് കൊടുക്കും. കാര്യം എടുക്കുമ്പോൾ അവർ ഒന്നും നോക്കൂല. പുഴുവാണ് അതൊന്നും അവർ നോക്കില്ല. അത് എല്ലാം അവർക്ക് കിട്ടണം. കിട്ടിയാലേ അവർക്ക് ഈ പറഞ്ഞ കണക്കിന് വെയിറ്റ് കിട്ടുള്ളൂ. ഇവന്മാർ കടക്കാരന്മാർ വെയിറ്റ് അനുസരിച്ചേ പൈസ കിട്ടും. എത്ര ഉണ്ട് ഇത്ര, ഇത് അതിനനുസരിച്ചേ പൈസ കൊടുക്കുള്ളൂ. അവർക്ക് പൈസ കണക്കാക്കി അവർ ഈ നല്ലത് ചീത്ത അലുക്ക എല്ലാം കൂടെ വാരി പിടിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ പച്ചിലയിൽ തന്നെ ഈ പറഞ്ഞാൽ പല രോഗങ്ങളുള്ള പച്ചിലയുണ്ട്. അതെല്ലാം കൂടെ വലിച്ച് പറിക്കും, അങ്ങ് കൊടുക്കും. ഇതുകൊണ്ടത് തൊട്ട് അവർ ഉണക്കി പൊടിയാക്കി വെച്ചേക്കും. ഇത് വാങ്ങിച്ചാൽ നിങ്ങൾക്കും കൂടെ സുഖം പിടിക്കും. കാര്യം ആ പച്ചിലയിൽ തന്നെ ഒരുപാട് കേട് വന്ന പച്ചില കാണും. ആ കേട് ഉള്ള വൈറസ് ഇതിൽ കാണും. നിങ്ങൾക്കത് ദോഷമായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാൽ ഈ പൊടിച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വൈദ്യൻ്റെ അടുത്തെടുത്ത് വൈദ്യം എങ്ങനെയാണോ നിർദ്ദേശിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് ചെയ്യാം. അത് കുഴപ്പമില്ല. അവർക്കറിയാം അതിലെന്തെങ്കിലും കേടുണ്ടെങ്കിൽ അവർ കളഞ്ഞിട്ട് എടുക്കുള്ളൂ. വൈദ്യന്മാരെന്ന് പറഞ്ഞാൽ കൈകൾ വന്നവരാണ്. അത് സത്യസന്ധമായ വൈദ്യവർ അങ്ങനെ ചെയ്യൂ. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുള്ളൂ. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 50 കിലോ ഉണ്ടെങ്കിൽ അതിൽ 2 കിലോ എടുക്കാൻ പറ്റുള്ളൂ. തിരിഞ്ഞിട്ടിട്ടാണ് എടുക്കുന്നത്. അഥവാ നമുക്ക് വാങ്ങിച്ചാൽ പോലും നമ്മൾ അതിരുന്ന് നോക്കും, തിരിഞ്ഞ് നോക്കും. എല്ലാത്തിനെയും മാറ്റിക്കളയും. ഈ കേട് പുഴു കടിച്ചത്, ഈ പുഴു ഒരുമാതിരി ചൊരി പിടിച്ചത്, ഇതൊക്കെ ഉണ്ട് ആ പച്ചിലയിൽ. അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ മാറ്റിയെടുക്കും. അതൊന്നും നമ്മൾ എടുക്കില്ല. അപ്പോൾ നമ്മൾ ഒറിജിനലായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 10 കിലോ എടുക്കാനുള്ള സ്ഥലത്ത് 1/2 കിലോ പോലും കിട്ടില്ല. നേരിട്ട് പോയി എടുക്കാൻ പോയാൽ ചില ദിവസങ്ങളൊക്കെ ഒരു ദിവസം മെനക്കെട്ട ഒരു 1/4 കിലോ എടുക്കാനേ കിട്ടുള്ളൂ. ഒരു 1/4 കിലോ മരുന്നേ നല്ലത് കിട്ടുള്ളൂ. നമുക്ക് മനസ്സിലായി? ഒരു ദിവസം മെനക്കെട്ട ഞാൻ അങ്ങനെയൊക്കെയാണ് മരുന്നുകളൊക്കെ എടുക്കുന്നത്. അത് കണക്ക് നമ്മൾ വൃത്തിയുള്ള നല്ല രീതിയിലുള്ള ഒരു പച്ചിലയിൽ നേരിട്ടെടുക്കുമ്പോൾ നമ്മൾ വൃത്തിയുള്ള പച്ചിലയിലും കാര്യം എല്ലാം നോക്കിയെടുക്കാം. അവിടെ ചെന്നിട്ട് ഇതാണ് പച്ചില എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ കേടായിട്ട് നിൽക്കുന്നത് വലിച്ചു പിടിച്ച് കൊണ്ടുവരാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ എല്ലാവരും പറയും അവിടെ ചെന്ന് വേദം ഓതിക്കൊണ്ടിരിക്കാനെന്ന് ഒക്കെ പറയും. ഇതെല്ലാം പറച്ചല്ലേ ഉള്ളൂ. എല്ലാവരും പറയും ഓ വേദം ഓതണം. വേദം ഓതാം, അത് ഇതിനല്ല. പച്ചില എടുക്കുമ്പോൾ നമ്മൾ വേദം ഓതേണ്ടതുണ്ട്. അത് സമയം തിരിഞ്ഞെടുക്കുമ്പോൾ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കണക്കിന് ശാപം തീർത്തെടുത്തേ പറ്റുള്ളൂ. എന്നാൽ 6 മണിക്ക് ശേഷം ഒരു പച്ചില എടുക്കാൻ പോയാൽ അത് ശാപം തീർക്കണം. ശാപം തീർക്കാതെ ആ പച്ചില എടുത്തുകൂടാ. കാരണം എന്ന് വെച്ചാൽ ആ ഉറക്ക സമയമായി. ആ സമയത്ത് നമ്മൾ ശാപം തീർക്കാതെ എടുക്കാൻ പാടില്ല. അതേസമയം രാവിലെ 6 മണി വരെ, രാവിലെ 6 മണി കഴിഞ്ഞ് വൈകുന്നേരം 6 മണി വരെ നിങ്ങൾ പോയി പച്ചില എടുത്തിട്ട് നിങ്ങൾ ശാപം തീർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് നോർമലായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും പച്ചില ഭേദം പറയാതെ തന്നെ എടുക്കാം. ശാപം തീർക്കാതെ തന്നെ എടുക്കാം. ഒരു കുഴപ്പമില്ല. പച്ചില എടുക്കുമ്പോൾ ശാപം തീർക്കണമെന്നുള്ള ഈ 6 മണി മുതൽ വീണ്ടും രാവിലെ 6 മണി വരെ മാത്രം. അതിൻ്റെ അർദ്ധരാത്രി സമയമല്ല നമ്മൾ ഈ പച്ചിലയോ എന്തെങ്കിലും എടുക്കേണ്ടി വന്നാൽ ആ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ശാപം എന്ന് പറഞ്ഞാൽ അതിനെ തട്ടി ഉണർത്തണം. ആദ്യം അതിനെ കുറച്ച് വെള്ളങ്ങൾ കുടഞ്ഞ് അതിനെ തട്ടി ഉണർത്തണം. ഉണർത്തിയതിന് ശേഷം നമ്മൾ മാപ്പ് പറയണം. എനിക്കിങ്ങനെ ഒരാവശ്യം ഉണ്ട്, ഞാൻ ഈ മരുന്ന് കൊണ്ട് ഈ മരുന്നിൻ്റെ ശക്തി മരുന്നിൽ തന്നെ ഉണ്ടാവണേ എന്ന്. അതിനൊരു മന്ത്രമുണ്ട്. ഓ മൂലി, മഹാമൂലി, ശിവമൂലി, സർവമൂലി, സർവ തണവശ്യം എല്ലാം ഉണ്ടാവണം.
അത് മന്ത്രമാണ്. ഇത് നമ്മൾ ചെയ്ത് ആ മരുന്ന് എടുത്തതിന് ശേഷം ഉണ്ടാക്കുന്നത് മാത്രമേ നല്ല ആരോഗ്യം കിട്ടുള്ളൂ, നമുക്ക് അസുഖം കുറയുള്ളൂ. ഇതാണ് മരുന്നിൻ്റെ ഒരു പ്രത്യേകത. അത് ഭക്ഷണത്തിൽ ആണെങ്കിലും ശരി, നമ്മൾ ഭക്ഷണത്തിന് അങ്ങനെ എടുക്കാവും. ഞാൻ ഇനിയിപ്പം നമ്മൾ കൂടുതൽ പറഞ്ഞു ഇതാവണം. ഇനി നമ്മൾ ഈ പനിക്കും ജലദോഷത്തിനും എല്ലാത്തിനും കൂടെ ഒരൊറ്റ മൂലി പറഞ്ഞു തരാം. നിങ്ങളുടെ ശരീരവേദന, പനി, ജലദോഷം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റ മൂലിയായിട്ട് കഴിക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ളതാണ്. കീലാനല്ലി എന്ന് പറയും. കീലാനല്ലി ഇതെല്ലാവരും പറയുന്നത് മറ്റേ മഞ്ഞക്കാമലയ്ക്ക് എടുക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ മഞ്ഞക്കാമലയ്ക്ക് മാത്രമല്ല, ഒരുപാട് മരുന്നിൽ ചേരരുത്, നമുക്ക് എടുക്കാം. പണിക്ക് ഏറ്റവും ബെസ്റ്റതാണ്. കീലാനെല്ലി എടുത്തുകൊണ്ട് വന്നിട്ട് നല്ല അരച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉരുള, ഒരാൾ വലിയ ആളാണെങ്കിൽ നെല്ലിക്ക വലിപ്പത്തിൽ ഒരു ഉരുള ഉണ്ടാവണം. നല്ല വലിയ നെല്ലിക്ക വലിപ്പത്തിൽ വലിയ ആളാണെങ്കിൽ ഉണ്ടാവും. അതിലിരുന്ന് 6 വയസ്സിന് താഴെയാണെങ്കിൽ ചെറുതാക്കാം, ചെറുതേ കൊടുക്കാം. അതിൻ്റെ പകുതി അത് കൊച്ചുകൾ കുറച്ചേ കൊടുക്കാവൂ. നമ്മൾ വലിയ ആളാണെങ്കിൽ വലിയ നെല്ലിക്കയുടെ അത്ര ഒരു ഉരുള ഉരുട്ടി കാടിവെള്ളം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പഴങ്കഞ്ഞി വെള്ളത്തിൽ ഇത് കലക്കി നല്ല മഷി പോലെ അരയ്ക്കണം. അരയ്ക്കണതിൽ ഇത് കാണാൻ പാടില്ല, കരട് ഉണ്ടാകാൻ പാടില്ല. കരടുണ്ടായാൽ ഇത് വൈറലാവും. അപ്പം നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നല്ല മഷി കണക്ക് അരയ്ക്കണം. ഇത് അരച്ചിട്ട് കൊണ്ടുവന്ന് കാടി വെള്ളത്തിൽ പഴങ്കഞ്ഞി വെള്ളത്തിൽ കലക്കി നിങ്ങൾക്ക് ഈ പനി ജലദോഷം ഉള്ളവർക്ക് കൊടുത്തേക്ക് 3 ദിവസം 2 നേരം കൊടുത്താൽ മാത്രം മതി. രാവിലെയും വൈകുന്നേരം വെറും വയറ്റിൽ കൊടുക്കുക. 3 ദിവസത്തിനകത്ത് നിങ്ങളുടെ പനി ജലദോഷം എല്ലാം പറന്നിരിക്കും. ഇത് തന്നെയാണ് മരുന്ന്, അന്നത്തെ മരുന്ന്. മെയിനായിട്ട് നമുക്കൊരു ചുരം വന്നു കഴിഞ്ഞാൽ, ചുരം എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. പനി ജലദോഷം സാധാരണ വരുന്നതാണ്. ഇതിന് മരുന്ന് ഇത്രയേ ഉള്ളൂ, ഈ ഒറ്റ മരുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾ കഴിച്ചാൽ മതി. അരച്ചുള്ള മഷി പോലെ അരച്ച് കഴിക്കുക. ഇത് കഴിച്ച് വന്നാൽ നിങ്ങൾ ഒരുമാതിരിപ്പെട്ട കഫക്കെട്ട്, ഈ പനി ജലദോഷം ഇതെല്ലാം പമ്പ കടന്നു പോകും. രാവിലെ ഒരു ഉരുള, വൈകുന്നേരം ഒരു ഉരുള, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ അരച്ച് മഷി പോലെ അരച്ചെടുക്കണം. രാവിലെ ഒരു ഉരുള, വൈകുന്നേരം ഒരു ഉരുള, 2 നേരം കൊടുത്തയക്കുക. നിങ്ങളുടെ പനി ജലദോഷം പറക്കും. നമ്മൾ ആശുപത്രിയിൽ പോയി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. പോയിക്കോളൂ, അത് കുഴപ്പമില്ല. ഇത് നമ്മൾ കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ പോയിക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ കുറയും. ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾ ഈ മരുന്നിൽ തന്നെ നല്ലവണ്ണം കുറവ് കിട്ടും. ഇനി അടുത്ത ഒരു മരുന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു മരുന്നുമായിട്ട് വരാം. ഇത് ഈ ഓരോ വീഡിയോയിലും ഓരോ ഒറ്റമൂലി മരുന്നാണ് തരുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എല്ലാ ഒറ്റമൂലി മരുന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് വരിക്കാരായ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോയിലുള്ള നിങ്ങൾക്ക് വരും. അപ്പോൾ എല്ലാ ഒറ്റമൂലി മരുന്നുകളും നിങ്ങൾ പഠിക്കാം. നിങ്ങൾക്ക് ഇത് ഞാൻ ഓരോ പ്രാവശ്യം പറഞ്ഞു തരുന്നത് നിങ്ങൾ എഴുതി വെച്ചുകൊണ്ടാൽ മതി. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, മറ്റുള്ളവർക്ക് കൂടെ ഗുണമുണ്ടാകും. ഷെയർ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. മറ്റുള്ളവർക്ക് കൂടെ ഗുണമുണ്ടാകും. നമ്മൾ മാത്രമല്ല, ഇനിയുള്ള കാലത്തുകളിൽ ഇങ്ങനെയുള്ള ചെറിയ രോഗങ്ങൾക്കുള്ള അത്യാവശ്യ മരുന്നുകളെല്ലാം മറന്നിരിക്കുകയാണ്, ആർക്കും അറിഞ്ഞുകൂടാതായിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഷെയർ ചെയ്യുകയും ഈ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിന് വരിക്കാരായിരിക്കുക.
ബെൽബട്ടണെല്ലാം അമർത്തിയ പിന്നെ നമ്മളെ പിന്നെ എന്താ പറയുന്നത് നമ്മളെ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാം വരും. ഓരോ ഒറ്റമൂലി മരുന്ന് ഞാൻ എല്ലാ ദിവസവും ഓരോ ഒറ്റമൂലി മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഈ ഒറ്റമൂലി മരുന്നുകളൊന്നും ഞാൻ മറ്റുള്ളവരുടെ അടുത്തും ആരുടെ അടുത്തും കണ്ടുപഠിക്കുന്നതല്ല. ഇതെല്ലാം ഞങ്ങളെ പാരമ്പര്യമായിട്ട് ഇത് ഞങ്ങളെ കുടുംബക്കാർ ചെയ്ത് ഓരോ രോഗങ്ങളും നമ്മൾ ഗുണപ്പെടുത്തിയിട്ടുള്ളതാണ്. കൈകാര്യം ചെയ്ത് ഗുണമുള്ളത് മാത്രമാണ് ഞാൻ എടുത്ത് പറയുന്നത്. അതാണ് ഇതിൻ്റെ പ്രധാനം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ വെൽപ്പണ്ടാമത്തെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ. നമ്മൾ മാത്രമല്ല, എല്ലാവർക്കും ഈ ഒരു അറിവെന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടാം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ കിട്ടിയാൽ അത്രയ്ക്ക് നമുക്ക് നന്മയേ കിട്ടുള്ളൂ. നമ്മൾ നന്മ ചെയ്യാൻ ആദ്യം ശ്രമിക്കുക. ഞാൻ തന്നെ ഇപ്പം പിന്നെ ദിവസം ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരു നന്മയുണ്ടാവണം. എന്നോട് ഇതെല്ലാം നശിച്ചു പോകും. ഞാൻ മരിക്കുമ്പോൾ ഇതെല്ലാം നശിച്ച് ചെയ്യണം. പിന്നെ ഇത് വെളിയിൽ വരില്ല. അപ്പം ഈ സമയം കൊണ്ട് അപ്പം നമ്മളെ കുറച്ച് അറിവുകൾ മറ്റുള്ളവർക്കും കൂടെ കൊടുത്താൽ ഇത് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ? എല്ലാവർക്കും ഉപകാരമല്ലേ? ഞാൻ ചെയ്യുന്നത് ഉപകാരമാണ്. നമ്മൾ ഉപദ്രവം ചെയ്യാറില്ല. ഉപകാരം മാത്രമേ ചെയ്യാറുള്ളൂ. അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരേ ദിവസവും ഒരു അരമണിക്കൂർ വീതം 20 മിനിറ്റൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്നത്. ഇത് സാധാരണ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. എനിക്ക് വേണ്ടിയൊന്നല്ല. ഇത് ഞാൻ പറയും കണക്ക് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം 90% കിട്ടും. നിങ്ങൾക്കാണ് അതിൻ്റെ ഗുണം. ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതനുസരിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ ഗുണം അത്രയും. എനിക്കല്ല കേട്ടോ. എനിക്ക് ഈ പറഞ്ഞ കണക്കിന് ഞാൻ എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഞാൻ ചികിത്സിച്ച് സുഖപ്പെടുത്തി കൊടുക്കുക. അത്ര തന്നെ അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കും. അതാണ് എനിക്കുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഓരോന്നും പറഞ്ഞു തരുന്നത് അതെല്ലാം നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഗുണത്തിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ല എനിക്ക് ഏതൊരു പ്രയോജനമില്ല. ഇതിലെന്ത് എല്ലാവരും പറയും ഈ വീഡിയോ ഇട്ടാൽ വരുമാനം കിട്ടണം. ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോ എന്നത് എനിക്കിതുവരെ വരുമാനം കിട്ടിയിട്ടില്ല. അതിനുള്ള ആൾക്കാർ കാണുന്നുമില്ല. വളരെ കുറച്ച് പേരെ കാണുന്നുള്ളൂ. അത് അങ്ങനെ നമുക്കൊരു ഇതുമില്ല. നമുക്ക് വരുമാനമൊന്നുമില്ല. ഈ വീഡിയോ ഇട്ടാലൊന്നും എനിക്ക് വരുമാനമൊന്നും കിട്ടുന്നില്ല. അതിന് വേണ്ടിയല്ല ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകണം. ഇനിയുള്ള കാലങ്ങളിൽ ഈ നമ്മളെ അറിവ് മറ്റുള്ളവർക്കും കൂടെ ഉണ്ടാകട്ടെ, കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. ഇത് നിങ്ങളെല്ലാവരും ഇതിലൊക്കെ ഞാൻ പറയുന്ന മരുന്നുകൾ ഉപയോഗിച്ച് അതിൻ്റെ ഗുണം മനസ്സിലാക്കുക. അതിൻ്റെ ഗുണം കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹമേ എനിക്കുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.